സമാധാനമായിട്ടിരിക്കുക. ഒരു കാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠ ഇല്ലാതെ ഇരിക്കുക. അടുത്തത് എന്താകും, എന്ത് ചെയ്യണം, അതെല്ലാം ദൈവം നോക്കിക്കോളും. നിങ്ങളെ വിളിച്ചത് അമ്മ മാതാവാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നല്ലപോലെ അറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നിങ്ങൾ ആശ്രയിച്ച് മാത്രം ഇരിക്കുക. സന്തോഷമായിരിക്കണം എപ്പോഴും. ഞാൻ പറയുന്ന പോലെ തന്നെ എപ്പോഴും സന്തോഷമായിരിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് തന്നെയാണ് വിശ്വാസ പ്രഖ്യാപനം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ അടുത്താണ്, എൻ്റെ ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കും, എല്ലാം സാധിക്കും എൻ്റെ ദൈവത്തെ കൊണ്ട്. നമുക്കുള്ള സങ്കടത്തിൻ്റെ പ്രശ്നം തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് നിയന്ത്രണത്തിലില്ലാത്തതെല്ലാം അത് നിയന്ത്രിക്കാൻ നോക്കും. നമ്മളെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഈ സഹനം തുടങ്ങുന്നത് അവിടെയാണ്. നമ്മളതെല്ലാം നമ്മളെ നിയന്ത്രണത്തിലേക്ക് ആക്കാൻ നോക്കും. അത് നടക്കില്ല, സങ്കടമായിട്ട് മാറും, അത് ഉത്കണ്ഠയായിട്ട് മാറും. പിന്നെ ഈ പ്രശ്നത്തിൽ തന്നെ കരച്ചിലായി, ജീവിതം ദുരിതമായി. അതുകൊണ്ട് നമ്മളെ മുടി പോലും നമ്മളെ നിയന്ത്രണത്തിലില്ല, നമുക്കറിയില്ല ഇത് എങ്ങോട്ട് അനങ്ങുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ അതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. ലൂക്ക 12:7 ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓരോ മുടികൾ ഞാൻ എണ്ണി വെച്ചിരിക്കുക, എന്ന് വെച്ചാൽ ഞാൻ കരുതി വെച്ചിരിക്കുക, എനിക്ക് കരുതലുണ്ട്. ആ ജോലി ദൈവം ഏറ്റോളാന്ന് പറയുമ്പോൾ നമുക്കുള്ള പ്രശ്നം അതെല്ലാം ദൈവവാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം. അതെല്ലാം നമ്മളെ കയ്യിലേക്ക് എടുക്കും, പ്രശ്നം തുടങ്ങും അവിടെ. അതാണ് നമ്മളെ പ്രശ്നത്തിൻ്റെ കാരണം തന്നെ. അതങ്ങോട്ട് ആശ്രയിച്ച് നിൽക്കുക, സമർപ്പിക്കുക. സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലോ ബഹളോ ഇല്ല. എന്ത് പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാലും ഒരു ബോധ്യം, അവബോധം കൊണ്ടാണ് അത് ദൈവം അതിനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. അബ്രഹാമൊക്കെ വാഗ്ദാനം അബ്രഹാമിന് നിറവേറിയതെല്ലാം ഹെബ്രിയ 6:15 പറയുന്നത് അയാൾ കാത്തിരുന്ന്, അങ്ങേര് കാത്തിരുന്നെന്നാണ്. നമ്മൾ കാത്തിരിക്കില്ല. നമുക്ക് അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം മാറണം, ആ നിമിഷം മാറണം. ദൈവത്തിന് പല പദ്ധതി ഉണ്ടാവും ആ പ്രശ്നം വഴി. അതാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളും ചില ക്ഷാമങ്ങളും കുറവുകളും, അത് സ്നേഹം കൊണ്ടാകാം, സ്നേഹത്തിൻ്റെ കുറവ് അനുഭവപ്പെടാം, സമാധാനത്തിൻ്റെ കുറവ് അനുഭവപ്പെടാം, സാമ്പത്തികമായിട്ട് അനുഭവപ്പെടാം, അതേപോലെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ഇതെല്ലാം ദൈവത്തിന് അതിൻ്റെതായിട്ടുള്ള പദ്ധതിയുണ്ട്. ദൈവമില്ല അത് തരുന്നത്, ദൈവം അനുവദിച്ചു തരും. ദൈവം അത് അനുവദിച്ച് തന്നെ അതിന് കാരണമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ എപ്പോഴും സങ്കടപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ, പിന്നെ മറ്റുള്ളവർക്ക് ആയിരിക്കും അതില്ലല്ലോ, എനിക്കെന്തിനാ ഈ പ്രശ്നം, എന്നോടെന്തിനാ ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ എന്തിനാ ഈ വഴി കൂടി ഈ സഹനത്തിൽ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വന്നിരിക്കുന്നത് തന്നെ ദൈവം വിളിച്ചിട്ടാണ്, ദൈവമായിട്ട് സ്വന്തമാകാനാണ്. നമ്മൾ എല്ലാവരും അകന്നിരിക്കുക. പലവരും അകന്നു പോകുന്നത് അറിയില്ല. ദൈവം അവിടെ തന്നെ ഉണ്ടാകും. ദൈവത്തിൻ്റെ കരം നമ്മളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തന്നെ അകത്തിരുന്ന് വാതിലടയ്ക്കും. നമ്മളെ വീട്ടിലൊരു കൊച്ചുണ്ട്, അകത്തിരുന്ന് വാതിലടച്ചിട്ട് അത് ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ ജീവൻ കൊടുക്കാൻ അത്രയും സ്നേഹമുള്ള അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിലും അകത്തേക്ക് കടക്കാൻ സാധിക്കില്ല, അത് തുറന്നു കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മളും ദൈവത്തോട് കരച്ചിലായിരിക്കും, പക്ഷേ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കില്ല. ദൈവവാഗ്ദാനം സ്വന്തം മകനെ, ഏറ്റവും പ്രിയമുള്ള മകനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളോടുള്ള സ്നേഹത്തും കൊണ്ടാണ്.
നമ്മളെ പാപത്തിന് പരിഹാരമാക്കിയതും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ദൈവം കുരിശിൽ മരിച്ചത് ഗലാത്യർ 3:13-14 പറയുന്നത് യേശു ക്രിസ്തു നമ്മളെ ശാപമെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, എടുക്കാൻ വേണ്ടിയിട്ടാണ്, തൻ്റെ മുകളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശാപം ഉണ്ടെങ്കിൽ അനുഗ്രഹം അനുഭവപ്പെടില്ല. ശാപത്തിൻ്റെ ഓപ്പോസിറ്റാണ് അനുഗ്രഹം. അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ നമ്മളെ ശാപമെല്ലാം എടുത്ത് മാറ്റിയത്. അത് നമ്മൾ മനസ്സിലാക്കണില്ല. ഇപ്പോഴും നമ്മളെ പലരുടെ വിചാരം ഞാൻ ശാപത്തിലാണ്, എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവിതം പോയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാം. പിന്നെ പലവരിക്കും തോന്നും വന്ന് ഉടമ്പടി എടുത്തു നോക്കാം. പക്ഷെ ഇത് ദൈവ വിളിയാണ്. ദൈവം അനുഗ്രഹിച്ചിരിക്കുക. ദൈവം ഈ ശാപം എടുത്തു മാറ്റിയത് തന്നെ നമ്മൾ ഈ ദൈവം തന്ന വാഗ്ദാനങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അബ്രാമിന് കൊടുത്ത വാഗ്ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കുരിശിലേത് മാറ്റിയത്. അബ്രാമിന് ദൈവം തന്ന വാഗ്ദാനം, അത് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിൻ്റെ നാമം ഞാൻ മഹത്വപ്പെടുത്തും, നീ തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഈ വാഗ്ദാനമാണ് അബ്രാമിന് കൊടുത്തത്. അത് നമുക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. എന്നുവെച്ചാൽ നിന്നെ വലിയൊരു ജനതയാക്കുമെന്ന് വെച്ചാൽ നിൻ്റെ ജീവിതം പുരോഗതിയിലേക്കായിരിക്കും. ഈ നെരുങ്ങി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വാഗ്ദാനമാണ്. അതേപോലെ നിൻ്റെ നാമം മഹത്വപ്പെടുത്തും, നിൻ്റെ അപമാനങ്ങളെല്ലാം എടുത്തു മാറ്റും. അപ്പം നിന്നെ കാണുമ്പോൾ നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന് എല്ലാവരും അറിയും. അത് വാഗ്ദാനം കിടക്കുക അവിടെ. അതുപോലെ നീ തന്നെ അനുഗ്രഹമായിരിക്കും. പലവരും നമ്മളോട് പറഞ്ഞു, ഈ ശാപം ഇത് വീട്ടിൽ വന്നാൽ തന്നെ ഇങ്ങനെയാണെന്നൊക്കെ പല മുറിവുകൾ നമ്മളെ കിടക്കുന്നുണ്ട്. പക്ഷെ നീ പോകുന്ന സ്ഥലമെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സമാധാനം ഇല്ലെങ്കിൽ അവിടെ സമാധാനം അനുഭവപ്പെടും. നീ പോകേണ്ടെന്ന് പറയും ആൾക്കാർ. നീ ഒരു സ്ഥലത്തേക്ക് പോയാൽ നിങ്ങൾ പോകരുത്, നിങ്ങളെ കാണണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വരെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ വാഗ്ദാനം കിടക്കുക. ഇത് നമുക്ക് പലപ്പോഴും അനുഭവത്തിൽ വരാറില്ല. അതിൻ്റെ കാരണം അകത്തിരുന്ന് വാതിൽ അടച്ചു വച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ദൈവം സൗജന്യമായിട്ട് തന്നു വച്ചിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ച്. അബ്രാമിന് കൊടുത്ത വാഗ്ദാനങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവം കുരിശിൽ മരിച്ചത്. അത് നമുക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ ആ ബോധ്യം പോലും ഇല്ല, അവബോധവുമില്ല. നമ്മൾ ഇതുപോലെ ജീവിക്കണം, ഇതുപോലെ നമ്മളെ ഉയർച്ചയുണ്ടാണ് ജീവിതം. അങ്ങനെ പറയണം, നിന്നെ വലിയ ജനതയാക്കും, എല്ലാവരും മുമ്പിലും നീ ദൈവ മകനും മകളുമാണ്, അത്രയ്ക്കാക്കി തീർക്കുക എന്ന് ദൈവം വാഗ്ദാനം പറഞ്ഞിരിക്കുക. എന്നാലും ദൈവത്തിൻ്റെ കരം നമ്മളിലേക്ക് എത്തുന്നില്ല. അത് നമ്മൾ തന്നെ വാതിൽ പൂട്ടി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ദൂതപുത്രൻ്റെ ഉപമ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ലൂക്ക 15:13 നോക്കുമ്പോൾ ദൂതപുത്രൻ പാപം ചെയ്ത് അച്ഛനെ നിഷേധിച്ച്, എന്ന് വെച്ചാൽ പാവം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവാക്കിനെ എതിരെ നിഷേധിക്കുന്നതാണ് പാവം. ദൈവവചനത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നതാണ് പാവം. അപ്പം അച്ഛൻ്റെ വാക്ക്, അച്ഛൻ പിതാവ്, ദൈവത്തിൻ്റെ വാക്ക്. ദൂതപുത്രൻ ചെയ്തത് എന്താ? അച്ഛനെ വാക്ക് നിഷേധിച്ച് അവൻ ദൂരെ പോയി, അച്ഛനെ വിട്ട് ദൂരെ പോയി. അപ്പോൾ വാക്ക് നിഷേധിക്കുമ്പോൾ ദൂരെ പോവും. പിതാവിന് ആ സ്നേഹം അങ്ങനെ തന്നെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പാപം ചെയ്താലും പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൂരെ പോവും. പ്രൈസ് ദി ലോർഡ്. ഇത് ശ്രദ്ധിക്കണം. ഞാൻ ഒരു 10-20 മിനിറ്റേ എടുക്കുകയുള്ളൂ. ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വലിയ അനുഗ്രഹം കിട്ടും. ഹല്ലേലൂയ. ഉടമ്പടി എടുക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോൾ ഉറക്കം തന്നെ ഉണ്ടാ? ഇല്ല, ഉറക്കം വരും. നല്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യമുണ്ട്, പിശാചിനെ അത് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ സ്തുതിച്ചാൽ മതി. ഒരു ദാഹത്തോടെ വചനം കേൾക്കേണ്ട 66:2 SI 66:2. നമുക്ക് എപ്പോഴും ഒരു
ആകാംക്ഷയും പേടിയോടെ കേൾക്കണം. അപ്പോൾ സൗഖ്യം കിട്ടും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇല്ലെങ്കിൽ ദൈവം വിളിക്കില്ല. ഇത് ദൈവത്തിൻ്റെ വിളിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വെറുതെ വന്ന് ഒരു പ്രക്രിയ പോലെ ഉടമ്പടി എടുത്ത് ഇവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അങ്ങോട്ട് പോയിന്നില്ലാതെ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം വീണ്ടും ദൂതപുത്രനെ പോലെ ദൂരെ പോയി ഞാൻ ദൈവത്തിലേക്ക് അടുത്തെത്തി. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യത്തോടെ പോകണം. ഞാൻ പോകുമ്പോഴത്തേക്ക് അമ്മയെ കൊണ്ടാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകാറുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. അവിടെയൊക്കെ പോയി സംസാരിച്ച് എങ്ങനെ സംസാരിക്കും? കിട്ടണ്ടേ? ദൈവം തരും, പക്ഷെ വലിയ പേടിയാണ്. ഞാൻ ആകെ ഒറ്റ വാക്ക് പറയാറുള്ളൂ, ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ കൂടെ കയറിക്കൊള്ളണം കേട്ടാ. കൂടെ ഉണ്ടാകണം. പോയിട്ട് അതേപോലെ തിരിച്ചു കൊണ്ടുവരണം. അമ്മയെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ എപ്പോഴും ആ രീതി നിങ്ങളും ശീലിക്കണം. എവിടെ പോയാലും അമ്മയെ വിളിക്കണം. അമ്മ ആദ്യം അത് ഞാൻ വിളിച്ചാൽ വരുവാ വരില്ല അതൊന്നുമില്ല, അതൊക്കെ വരും. നിങ്ങൾ വിളിക്കണം ഹൃദയം കൊണ്ട്, സംശയിക്കരുത്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും അമ്മയെ വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ ഇറങ്ങി വരും, കൂടെ വരും. അപ്പോൾ ദൂതപുത്രൻ്റെ ഉപമയിൽ ആ 15-13 അധ്യായം നോക്കുമ്പോഴത്തേക്കും ദൂതപുത്രൻ ദൂരെ പോയി. അച്ഛൻ്റെ വാക്ക് നിഷേധിച്ച് അവൻ ദൂരെ പോയപ്പോഴത്തേക്കും അച്ഛന് ആ സ്നേഹം തന്നെയുണ്ട്. അച്ഛന് എപ്പോഴും ആ സ്നേഹം തന്നെയുണ്ട്. റോമ 11:29 പറയുന്നത് ദൈവത്തിൻ്റെ വിളി ഒരിക്കലും, ദൈവത്തിൻ്റെ വിളിയും ദൈവം തന്ന അനുഗ്രഹവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവം ഒരിക്കലും തിരിച്ചെടുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് സുവിശേഷമാണ്. ഇത് വിശ്വസിക്കുക നിങ്ങൾ. ഞാൻ എന്തെങ്കിലും പാപം ചെയ്ത് ഞാൻ ദൂരെ പോയാലും അയ്യോ ദൈവത്തിന് എന്നോടുള്ള പഴയ സ്നേഹമൊന്നുമില്ല, അത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആ സ്നേഹം തന്നെയുണ്ട്. ഒരു അമ്മയെ മകൻ വയറ്റിലേക്ക് കുത്തി വെള്ളമൊടിച്ചിട്ട്, കുറ്റിയപ്പോഴും അമ്മ പറഞ്ഞ് എടാ മോനെ കുറ്റി, അമ്മ മരിക്കാൻ പോയാ എടാ കൈ മുറിയാതെ നോക്കണമെന്ന് പറഞ്ഞ്. അതാണ് നമ്മുടെ ദൈവം. നമ്മൾ എന്തോരം ദൈവത്തിനെ ദ്രോഹിച്ചാലും ദൈവത്തിന് ആ സ്നേഹത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അത് ആദ്യം മനസ്സിലാക്കണമോ. നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അകന്നുപോയി, പണ്ടത്തെ എനിക്ക് പ്രാർത്ഥനയില്ല, ഞാൻ പല ചീത്ത വാക്കുകൾ പറഞ്ഞില്ല, പാപം ചെയ്ത്. പക്ഷെ ദൈവത്തിന് ആ സ്നേഹം തന്നെയുണ്ട്. പക്ഷെ ദൈവത്തിന് തൊടാൻ സാധിക്കില്ല നിങ്ങളെ നമ്മൾ പാപം ചെയ്യുമ്പോൾ, അകന്നു പോകുമ്പോൾ. ഇത് ശ്രദ്ധിക്കണം. ഇന്ന് അനുഭവം നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിച്ചിരിക്കുക, ഇങ്ങനെ ദാഹിച്ചിരിക്കുക, എങ്ങനെയും ഞാൻ അവനെ തൊടണം, അവൻ്റെ സങ്കടങ്ങൾ മാറ്റണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല അവൻ അറിയിച്ച് നിൽക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ആ ദൂതപുത്രൻ്റെ ഉപമയിൽ ലൂക്ക 15:13 അവൻ ദൂരെ തന്നെയായിരുന്നു. പക്ഷെ പിതാവിനെ അവൻ്റെ അടുത്ത് എത്താൻ പറ്റിയില്ല. ആദ്യം അവൻ പോയി. പക്ഷെ 15:20 നോക്കുമ്പോൾ, ലൂക്ക 15:20 നോക്കുമ്പോൾ അപ്പോഴും ദൂതപുത്രൻ ദൂരമായിരുന്നു. പക്ഷെ പിതാവ് അവനെ തേടി അങ്ങോട്ട് പോയി, ഓടിപ്പോയി. അവനെ പോയി കെട്ടിപ്പിടിച്ച് അവർക്ക് വസ്ത്രം കൊടുത്ത്, മോതിരം കൊടുത്ത്, ചെരുപ്പ് കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത്, എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ ദുഃഖവും മാറ്റിക്കൊടുത്ത് പിതാവിനെ തൊടാൻ സാധിച്ചു. അതെന്താ സംഭവിച്ചത്? ആദ്യം അവൻ പിതാവിനെ വിട്ടുപോയി. പക്ഷേ അവനിക്ക് അനുതാപമുണ്ടായിരുന്നില്ല. രണ്ടാമത് അവൻ ആ ദൂരത്തിന് അത് ശ്രദ്ധിച്ച് വായിച്ചറിയാൻ പറ്റും. ലൂക്ക 15:20 നിങ്ങൾ ബൈബിൾ എടുത്ത് ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനെ നിറവിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഇങ്ങനെ വായിച്ചു നോക്കി അറിയാൻ പറ്റും. അപ്പോഴും അവൻ ദൂരം തന്നെയായിരുന്നു. അവൻ അടുത്തെത്തിയിട്ടില്ല, അകത്തൊന്നും എത്തിയിട്ടില്ല, പിതാവിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. പക്ഷെ പിതാവ് ഓടി. അപ്പോൾ ഈ എന്താ അങ്ങനെ സംഭവിച്ചത്? 2 പ്രാവശ്യം അവൻ ദൂരമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം പിതാവിനെ അവനെ തൊടാൻ സാധിച്ചു. ആദ്യത്തെ പ്രാവശ്യം തൊടാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ 15:19 നോക്കുമ്പോൾ അവൻ അനുതപിച്ച്, പിതാവേ, അവൻ അനുതപിച്ച് പറഞ്ഞു പോലുമില്ല, മനസ്സിൽ അനുതപിച്ച്.
മനസ്സിൽ മാറ്റമുണ്ടായി അവന്. അവൻ പറഞ്ഞ്, ഞാൻ ദൈവത്തിനെതിരെയും എൻ്റെ പിതാവിനെതിരെയും ഞാൻ പാപം ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. അത് പ്രഖ്യാപിക്കണം, അത് പറയണം. അത് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വാതിൽ തുറന്ന്, നമ്മ തന്നെയാണ് അനുദപിക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം ദൈവത്തിന് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. നമ്മൾ പലവരും സംഭവിക്കുന്നത്, ഞാനൊക്കെ അനുദപിച്ചല്ലോ, ഞാൻ കുമ്പസാരിച്ചല്ലോ, പിന്നെ എന്താ എനിക്ക് വ്യത്യാസമില്ലാത്തത്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു അനുതാപം തന്നെയാണ്, ദൈവത്തിലേക്ക് തിരിച്ച് വിളിയാണ്. ഉടമ്പടി തന്നത് തന്നെ മാതാവ് അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മക്കളെ എന്നോട് വീണ്ടും എടുക്കണം, എല്ലാവരും ദൂരെ നിൽക്കുകയാണ്, തിരിച്ച് എന്നിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ദൂതപുത്രനെ പോലെ തന്നെയാണ് പിതാവ് എന്താ ചെയ്തത്? അത് ഇതിൽ കളിച്ചതാരാണ്? ഇവൻ എങ്ങനെയാ മകൻ സ്വന്തം ഇഷ്ടത്തിനാണോ തിരിച്ചു വന്നത്? ഇല്ല. അനുദപിക്കാൻ കാരണമായത് അവൻ സ്വന്തം ഇഷ്ടം കൊണ്ടൊന്നുമില്ല. അവൻ ഒരിക്കലും അനുദപിക്കില്ലായിരുന്നു. പക്ഷെ പിതാവ് ഒരു ടെക്നിക്ക് ചെയ്ത് അവിടെ പിതാവ് എന്ത് ചെയ്ത്? അവിടെ സഹനം അനുവദിച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. സഹനം അനുവദിച്ചു കൊടുത്ത്. അവിടെ ക്ഷാമം ഉണ്ടായി അവൻ്റെ നാട്ടിൽ. ക്ഷാമം മാത്രമേ ഉണ്ടായപ്പോൾ പോലും അവനിക്ക് ഈ അനുതാപം ഉണ്ടായിരുന്നില്ല, അനുദപിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. രണ്ടാമത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ടാണ്, ചെറിയ കാര്യമാണ്. ഇതൊക്കെ ഞാൻ അനുഭവിച്ച് നോക്കിയിട്ട് പറയുക, വെറുതെ പഠിച്ചെടുത്തിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് പറയുന്നില്ല. ഇത് എത്ര എനിക്കിവിടെ അവിടെ കോയമ്പത്തൂർ സ്പീച്ചുണ്ട്, പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. 2-3 ആഴ്ചയായിട്ട് ഞാൻ എല്ലാ കുർബാനയ്ക്കും പ്രാർത്ഥിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഉള്ള വിശ്വാസം അവരുടെ പോകരുത് ദൈവമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നത്. എന്നിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ദൈവം ഒരേ വചനം തരും, അതൊക്കെ എടുത്ത് അപ്പോൾ എഴുതി വയ്ക്കും. ചിലപ്പോൾ രാത്രി എഴുതില്ല, കാലത്തെ എഴുതി വയ്ക്കും. അത് സിമ്പിളായിട്ടാണ്. അനുതാപം തന്ന എനിക്ക് അനുതാപത്തിൻ്റെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു, പക്ഷേ ദൈവം അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് ചെയ്തത് എന്താ അവിടെ? പിതാവ് ചെയ്തത് അവിടെ സഹനം അനുവദിച്ചു കൊടുത്ത്. ക്ഷാമം ഉണ്ടായി, അവൻ്റെ ദേശത്തിൽ ക്ഷാമം ഉണ്ടായി, അവൻ പോയ സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായത് മാത്രമല്ല, പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും നിഷേധിക്കപ്പെട്ട്. അവനിക്കെന്താ കാര്യമെന്ന് വെച്ചാൽ സാധാരണ ഭക്ഷണം കിട്ടാത്തത് മാത്രമല്ല, എന്താ പന്നികൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ, ആ തവിടില്ലേ, അതുപോലും അതിനെ കിട്ടാതായി. നമ്മുടെ ജീവിതത്തിലും പ്രൈസ് ദി ലോർഡ് നമുക്ക് പലപ്പോഴും തോന്നും, എന്താണ് ന്യായപ്പടി എനിക്ക് കിട്ടാനുള്ള, സാധാരണ ദൈവത്തെ തീരെ അറിയാത്തവർക്ക് പോലും കിട്ടുന്നത് പോലും എനിക്ക് നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഈ ക്ഷാമം ഉണ്ടായത്? എൻ്റെ കുടുംബത്തിൽ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടായത്? ഭർത്താവും ഞാൻ തമ്മിൽ സ്നേഹമില്ലാത്തത് എന്താണ്? ഈ ക്ഷാമം ഉണ്ടായ കാര്യം എന്താണ്? ഇത് ദൈവം തിരിച്ച് വിളിക്കുകയാണ്, അനുദപിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അനുദപിക്കണം അതിന്. അപ്പോൾ ഞാൻ അനുദപിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് 2 കൊരിന്ത്യർ 7:10 അതിൽ പറയുന്നത്, ദൈവം തരുന്ന ദുഃഖം, പ്രൈസ് ദി ലോർഡ്, ദൈവം അനുവദിച്ച് തരുന്ന ദുഃഖം അത് അനുതാപത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആ രീതിയിൽ ദൈവം തന്നാണ് എടുത്തു കഴിഞ്ഞാൽ അത് അനുതാപത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ ദുഃഖം ലോകത്തിൻ്റെ ആണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേദനയെ തരുള്ളൂ. അപ്പോൾ എന്ത് സഹനം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ അപ്പം മുട്ടിപ്പേ നിന്ന് അനുദപിക്കാൻ നോക്കണം. അപ്പോൾ അത് അനുദപിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നതാണ്. നിന്നെ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ, നിന്നെ തന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനും, നിന്നെ വലിയൊരു ജനതയാക്കാനും, നിൻ്റെ നാമമഹത്വപ്പെടുത്തിയെടുക്കാനുമാണ് ദൈവം ഈ സഹനം തന്നത്. എന്തിനാ? നീ അനുദപിക്കുമ്പോൾ ഈ തടസ്സമായിട്ടിരിക്കുന്ന ദൈവ വാഗ്ദാനങ്ങൾ നിന്നിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ് ദൈവം സഹനം അനുവദിച്ചു തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പലവരും തെറ്റിദ്ധരിക്കും. കുറ്റബോധം, അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയി. പലവരും കുറ്റബോധം ഉണ്ടാവും. കുറ്റബോധം പാവമാണ്. കുറ്റബോധം മനസ്സിൽ വയ്ക്കുക, ഞാൻ ചെയ്തു പോയി, ഞാൻ പാവം ചെയ്തു പോയി.
അപ്പോൾ ആ വ്യത്യാസം ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അനുദപിക്കാൻ പറ്റൂ. എങ്ങനെയാണ് അനുദപിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഈ എങ്ങനെയാണ് അനുതാപവും കുറ്റബോധവും തമ്മിൽ എന്താ വ്യത്യാസം? ഗിൽട്ട് ആൻഡ് റിപ്പൻറ്റൻസ്. പലവരും നമ്മളെ മനസ്സിൽ ഒരു പാപം ചെയ്തു പോയി, ഒരു തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോകുമ്പോഴത്തേക്കും ഞാൻ അനുദപിച്ചെന്ന് പറയണതൊക്കെ പലപ്പോഴും അത് കുറ്റബോധമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അത് പത്രോസിനും യൂദാസും പാപം ചെയ്ത് ദൈവത്തിനെതിരെ, പത്രോസ് അതിനേക്കാളും കൂടുതൽ 3 പ്രാവശ്യം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതാരാ? പത്രോസാണ്. അതെന്താ കാര്യം? ഒരു സ്ഥലത്ത് കുറ്റബോധമായിരുന്നു, ഒരു സ്ഥലത്ത് അയാളും പോയിട്ട് എന്താ ചെയ്തത്? 30 വെള്ളിക്കാശ് എരിഞ്ഞിട്ട് വന്ന് ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അയാൾക്ക് രക്ഷ കിട്ടിയില്ല, അയാൾ ആത്മഹത്യ ചെയ്ത്. പക്ഷേ പത്രോസ് അയാളെന്ത് ചെയ്ത്? അയാളും തെറ്റ് ചെയ്ത് അയാൾ അനുദപിച്ചപ്പോഴത്തേക്ക് അയാൾക്ക് രക്ഷ കിട്ടി. അതിൻ്റെ കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. അനുതാപത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ദൈവം അതേപോലെ എന്നെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റു സ്ഥലത്ത് കുറ്റബോധം എന്ന് പറഞ്ഞാൽ പേടി. ഞാൻ അനുഭവിക്കുന്ന ശാപമെല്ലാം ഞാൻ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ച് ഇനി എനിക്ക് രക്ഷയില്ല, എനിക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞിങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കും അപ്പം അനുദപിക്കണം. ദൈവം ആ സമയത്ത് നിന്നെ ക്ഷമിക്കും. ഒരു ബോധ്യം വേണം. ദൈവ സ്നേഹമാണ്. 1 യോഹന്നാൻ 4:18 പറയുന്നത്, പേടി വരുമ്പോഴത്തേക്ക് അവിടെ സ്നേഹത്തിന് സ്ഥലമില്ല. പ്രൈസ് ദി ലോർഡ്. പേടിയുള്ള സ്ഥലത്ത്. അപ്പോൾ കുറ്റബോധം പേടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മോന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്. അപ്പം അലമാരി ഇരുന്ന് 1000 രൂപ കട്ട് എന്ന് വെച്ചോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവനിക്ക് മനസ്സിലായി 1000 രൂപ കട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ചു നീ 1000 രൂപ കട്ടിട്ടുണ്ടെന്ന്. പിന്നെ അവനിക്ക് മനസ്സിലായി. അവനിക്ക് അഥവാ എന്നോട് പേടിയാണ്, എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ അടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ അത് കുറ്റബോധമാണ്. അവൻ എൻ്റെ കാലിൽ വന്ന് വീണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ പിന്നെ മനസ്സിലാക്കിയത് എന്താ? എൻ്റെ സ്വത്തെല്ലാം, കോടിക്കണക്കിന് സ്വത്തെല്ലാം ഞാൻ മുൻകൂട്ടി തന്നെ അവനിക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അവനിക്കത് അറിയാൻ ഇടയായപ്പോഴത്തേക്കും അവൻ ഒന്ന് കാലിൽ വീണ് എൻ്റെ സ്നേഹം മനസ്സിലാക്കി. പിന്നെ തെറ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. ദൈവം ഈ ലോകത്തിലുള്ള എല്ലാം നിനക്ക് വേണ്ടി തന്നിരിക്കുക. അത്രയും കരുതലുണ്ട് ദൈവത്തിന്. എന്നിട്ടും അത്രയ്ക്ക് വിശ്വാസമുണ്ട്, നിന്നോട് വിശ്വാസമുണ്ട്. എന്നിട്ട് ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയി, എന്നെ ദൈവം സ്നേഹിക്കുകയാണ്, എന്നോട് ക്ഷമിക്കും, ഒരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കലും പേടിക്കരുത്. അയ്യോ ഞാൻ ഇതൊക്കെ അനുഭവിച്ചു. പലവരും എന്നോട് കൗൺസിലിങ്ങിൽ പറയാറുണ്ട്, ഞങ്ങൾ പണ്ട് ചെയ്ത പാവമാണ് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം അതാണ്, അതെല്ലാം കുറ്റബോധമാണ്. നീ മുട്ടിപ്പേ നിന്ന് ദൈവം ആഗ്രഹിക്കാതെ നീ എടുത്ത് പറയണം, കൺഫസ് ചെയ്യണം, ഞാൻ ദൈവമേ നിനക്കെതിരെ പാവം ചെയ്തു പോയി. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ഇത് നമ്മൾ അനുതാപം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലപ്രവർത്തകൻ 26:20 പറയുന്നത്, നീ അനുദപിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നീ അനുദപിക്കുമ്പോൾ അത് പ്രവൃത്തി കൊണ്ട് കാണിക്കണമെന്നാണ്. നമ്മളെല്ലാം വാക്കുകൊണ്ട് അങ്ങോട്ട് ഞാൻ അനുദപിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഈ പാവം ചെയ്തു പോയി, ക്ഷമിക്കണേ, കുമ്പസാരത്തിലേക്ക് പറയും. പക്ഷെ പ്രവൃത്തിയിൽ കാണിക്കാറില്ല. ഹല്ലേലൂയ. സക്കയ്യൂസ് പ്രവൃത്തിയിലാണ് കാണിച്ചത്. അയാൾ അനുദപിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പാവമായിട്ട് സമ്പാദിച്ചതിൻ്റെ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ അതുപോലെ നമ്മൾ പ്രവൃത്തി കാണിക്കണം. ആദ്യം നീ നിൻ്റെ അയൽക്കാരോടോ ഇല്ല സ്വന്തക്കാരോടോ ആരുടെ അടുത്തെങ്കിലും അവർക്കെതിരെ സംസാരിച്ച് ചീത്ത വാക്ക് സംസാരിച്ച് ഇവിടെ ഒന്ന് കുമ്പസാരിച്ച് അനുദപിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പാവം ചെയ്തു പോയി എന്നൊക്കെ അനുദപിക്കും. പക്ഷെ അവരോട് പോയും ക്ഷമ പറയണം. ഹല്ലേലൂയ. അവരോട് പോയി ക്ഷമ പറയണം. ഈ അനുതാപത്തിന് വലിയ പവറാണ്. പരിശുദ്ധാത്മാവ് അപ്പം നിറയും. ഞാൻ ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 ദിവസം
മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായി. അവരുടെ ചേട്ടൻ്റെ കൊച്ചാണെന്നൊന്ന്, അനിയൻ്റെ കൊച്ച്. അത് എന്നെ വിളിച്ചിട്ട് അവർ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, 5 വയസ്സുള്ള കൊച്ച് മരിക്കാൻ പോയാണ്, എൻ്റെ അനിയൻ്റെ കൊച്ച്, അനിയനോ ചേട്ടനതിനെ എനിക്ക് ഓർമ്മയില്ല, മരിക്കാൻ പോയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കിട്ടുന്നത് റിപ്പൻറ്റ് എന്ന് വെച്ചാൽ അനുദപിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കൊച്ചിൻ്റെ അച്ഛനോട് ഒന്ന് അനുദപിക്കാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അത് വീഡിയോയിൽ നോക്കിയിട്ടാണ് നോക്കുന്നത്. ആ കൊച്ച് ഇങ്ങനെ വെൻറ്റിലേറ്ററിൽ വെച്ച് മരിക്കുകയാണ്, ഇപ്പം മരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ എനിക്ക് കിട്ടിയത് ഫ്രം ഡെത്ത് ടു ലൈഫ് എന്ന് വെച്ചാൽ മരണത്തിലിരുന്ന് ജീവനിലേക്ക്. ഞാൻ പറഞ്ഞ് അനുദപിച്ച് കഴിഞ്ഞാൽ ആ കൊച്ച് ജീവിക്കും സിസ്റ്റർ, വിശ്വസിക്കേണ്ട, സാക്ഷ്യം പറയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. 1 മണിക്ക് ഏതാണ്ട് മണിക്കൂറിൽ മരിക്കേണ്ട കൊച്ച അവർ അതേപോലെ വിശ്വസിച്ച് അനുദപിച്ച് ഇന്ന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി, സിസ്റ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇന്ന് വാർഡിലാണ്, പുറത്താണ് അവർ. ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാവും. ആ കൊച്ച് അവർ ന്യൂസിലാൻഡിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അനുതാപത്തിന് വലിയ വിലയുണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ ഇവിടെ ഹോട്ടലിൽ ഞായറാഴ്ച ദിവസം ഒരു ദിവസം ഇരിക്കുമ്പോൾ, വൈകുന്നേരം ഇരിക്കുമ്പോൾ, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് കോയമ്പത്തൂർ വരുന്ന ഒരു കൊച്ച്, ഞാനത് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മെർലിൻ പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ പേര്. ആ കൊച്ച് ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്, എനിക്കൊന്നും കേട്ടില്ല, കുറേ കരഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് കരച്ചിൽ നിർത്തിയിട്ട് പറയുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങൾ KG ഹോസ്പിറ്റലാണ്, എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്, അവിടെ ഹോസ്പിറ്റലാണ്, അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അച്ഛൻ മരിച്ച്, ബ്രദറല്ലേ പറഞ്ഞത്, ഈശോടുത്ത് ചോദിച്ചാൽ കിട്ടുമെന്ന്, എനിക്ക് അച്ഛനോട് ഒരു പ്രാവശ്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചെന്ന് പുറത്തിരുന്ന് ICUയിൽ ഇരുന്ന് പുറത്ത് പറഞ്ഞു. ഇതൊന്നും അറിയില്ല, അവർക്ക് മാസീവ് അറ്റാക്കായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഈ കൊച്ചിങ്ങനെയാണ്, ബ്രദറല്ലേ പറഞ്ഞത്, ഈശോ ചോദിച്ചാൽ തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി ഇതെങ്ങനെ സാധിക്കും, ഇതിന് എന്ത് മറുപടി പറയാനാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ കൈയുടെ അടുത്ത് ബൈബിളുണ്ടാവും. ബൈബിളിൽ കൂടി ദൈവം എപ്പോഴും സംസാരിക്കും കേട്ടോ. അതൊരു ശീലമാക്കി വെക്കണം. അത് എന്ത് ഒറ്റ പ്രാവശ്യം എടുക്കാവോ, ഒരു വചനം കിട്ടിയാൽ അത് ദൈവം നിങ്ങളോട് സംസാരിച്ചാൽ, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വചനം കിട്ടുന്നവരെ മരച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവം സംസാരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് മനസ്സിലാക്കണം, ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ബൈബിൾ തുറന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് 1:35. അമ്മ മാതാവ് ചോദിക്കുന്ന ചോദ്യം, ഇതെങ്ങനെ സാധിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖയോട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവുമെന്ന്. അപ്പോൾ ഒരു വചനം കിട്ടി, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവും. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരിക? അത് അപ്പോസ്തല പ്രവർത്തനം 2:38, നീ അനുദപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ നിറയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ തിരിച്ചാ കൊച്ചിനെ വിളിച്ച് ഇതെടുത്ത്, അമ്മയും ഉണ്ട് ഇതും ഉണ്ട്, ആകെ അമ്മയും മോളും മാത്രമേ ഉള്ളൂ, അച്ഛൻ അകത്ത് ഡോക്ടർ വന്ന് പറഞ്ഞ് മരിച്ചെന്ന്. ആ മോണിറ്ററിൽ കണ്ടിട്ടായി അവർ പറഞ്ഞത്. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു 30 സെക്കൻഡ് അകത്താണ്. അപ്പോൾ തന്നെ തിരിച്ച് വിളിച്ച് ഞാൻ പറഞ്ഞ്, നീ അവിടെ മുട്ടിപ്പേ നിൽക്കുക, അമ്മയും നിൽക്കുക, അനുദപിക്കുക, കൈയും പൊക്കി ICUയുടെ പുറത്ത് അനുദപിക്കുമെന്ന് പറഞ്ഞു. അവർ ഇതിലിരുന്ന് എടുത്തിട്ടില്ല, മറ്റേ വെൻറ്റിലേറ്ററിൽ വെച്ചിരിക്കുക. കഴിയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്ത പാവത്തിനെല്ലാം ചൊല്ലി എന്നോട് ക്ഷമിക്കണേ ദൈവമേ, അച്ഛനെ ക്ഷമിക്കണേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ എന്ന് പറഞ്ഞ് അനുദപിക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ദൈവമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തുള്ളൊരു നോക്കം, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതൊന്നും പ്രാർത്ഥിക്കുമ്പോൾ നീയും നിൻ്റെ ദൈവവും മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. മത്തായി 10:32 പറയണത്, ജനങ്ങളുടെ മുമ്പിൽ നീ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ പേര് ഞാൻ എഴുതി വയ്ക്കുമെന്നാണ് പറഞ്ഞാൽ എൻ്റെ സ്വന്തമാണെന്ന്. അവിടെ കോയമ്പത്തൂർ ഞാൻ ദിവസം കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് അവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. റോട്ടിൽ നിന്നിട്ടാണ് മുട്ടിപ്പേ നിൽക്കുന്നത്. അത് ചില നിയോഗത്തിന് വേണ്ടി മുട്ടിപ്പേ നിന്ന് ആൾക്കാർ നോക്കും. അവിടുത്തെ ട്രാഫിക് പോലീസൊക്കെ എന്നോട് ഒന്ന് പറയും, എന്താ ഇതത്ത്? ഞാൻ പറഞ്ഞ എൻ്റെ ദൈവം മുമ്പിലുണ്ട്, ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ദൈവം ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. നീയും നിൻ്റെ ദൈവവും മാത്രമേ പാടുള്ളൂ മുമ്പിൽ, വേറെ ആരും പാടില്ല.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ആ കൊച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നേഴ്സ് ഓടി വന്ന് പുറത്തിരുന്ന്, അതിൻ്റെ അമ്മയും കൈയും പൊക്കി മുട്ടിപ്പേ നിന്നപ്പോൾ ഓടി വന്ന് മോണിറ്റർ വർക്ക് ചെയ്തെന്ന്. മോണിറ്റർ വർക്ക് ചെയ്തിട്ട് വീണ്ടും ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. വെന്റിലേറ്ററിലാണ്. ഇവിടെ വന്ന് അവർ സാക്ഷ്യം പറഞ്ഞ, അങ്ങേര് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ, ഈ സ്റ്റേജിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലെമൻ്റ് ഉണ്ട് ഞങ്ങളെ പ്രാർത്ഥനയിലുള്ള, ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ. അതിലെ അതിശയം എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് 80% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് കാണില്ല. അതിൽ പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് മോളിൽ കയറി വന്ന് സാക്ഷ്യം പറഞ്ഞ. അപ്പോൾ ഈ അനുതാപത്തിന് അത്രയ്ക്ക് പവറാണ്. നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം ദൈവത്തിന്. അപ്പോൾ നീ പ്രവർത്തിക്കണം. പ്രവർത്തിക്കേണ്ടത് അനുദപിക്കുമ്പോൾ നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിക്കേണ്ടത്, ഈ പാപിനിയായ സ്ത്രീയോട് ഈശോ പറഞ്ഞത്, ഞാനും നിന്നെ വിധിക്കില്ല, നീ വീണ്ടും ആ പാപം ചെയ്യരുത്, വീണ്ടും പാപം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പാപം അത് ശ്രദ്ധിക്കണം. പാപം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃപ വേണം. എഫേസ്യർ 2:5 പറയണത് കൃപ വഴിയെ നീ രക്ഷ പ്രാപിക്കുന്ന. അപ്പോൾ കൃപ കിട്ടാൻ നീ എന്ത് ചെയ്യണം? പ്രവൃത്തിയിൽ കാണിക്കണം. അനുദപിച്ച് കഴിഞ്ഞാൽ കൃപ കിട്ടുന്ന എങ്ങനെയാണ്? ഈശോയിൽ വിശ്വസിക്കണം. ഈശോയുടെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എങ്ങനെയാണ്? ബൈബിൾ വായിക്കണം, വചനം വായിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുമ്പോഴാണ് നമുക്ക് അനുദപിക്കാൻ പറ്റുക. വചനം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. അത് നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി കഥപുസ്തകം വായിക്കുന്ന പോലെ എങ്ങനെയും വായിച്ച് തീർക്കണമെന്ന് പറഞ്ഞില്ല വായിക്കേണ്ടത്. നിങ്ങൾ 1/2 മണിക്കൂർ ബൈബിള് ഈ വായിക്കണമെന്ന് ഉടമ്പടിയിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു അധ്യായം മാത്രം 4 പ്രാവശ്യം വായിക്കുക. ഒരു അധ്യായം മാത്രം, ഒരേ ലൈൻ എടുത്തെടുത്ത് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കൊരു 5 ലൈൻ വായിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. 5 ലൈൻ മനസ്സിലാക്കി അത് 10 പ്രാവശ്യം, 20 പ്രാവശ്യം, 30 പ്രാവശ്യം അതെങ്ങനെ വായിക്കുക. അനുതാപം ഉണ്ടാവും, കണ്ണ് നിറയും നിങ്ങളുടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നെ ഇത്രയാണ് സ്നേഹിക്കുന്നത്, അത് പരിശുദ്ധാത്മാവ് നിറയും. അപ്പോൾ ഇത് അനുദപിക്കേണ്ടത് പ്രവൃത്തി വഴിയാണ്. 26-20 പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം 26-20 അതാ പറയുന്നത്, പ്രവൃത്തി വഴിയാണ്. അപ്പോൾ ദിവസവും ബൈബിൾ വായിക്കണം. പിന്നെ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നത്രയും കുർബാനയ്ക്ക് പോകണം. കുർബാനയ്ക്ക് ഉറപ്പായിട്ട് പോകണം. കുർബാനയിലാണ് നീ രക്ഷപ്പെടുന്നത്. കുർബാനയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരൻ. നീ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് വരിക എന്നാണ്, കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക എന്നാണ്. അത് കുർബാന വഴിയാണ്. അത് ഉടമ്പടിയിൽ അതെല്ലാം ഉണ്ട്. നീ ഉടമ്പടി എടുക്കുക. ഒറ്റ വാക്കി പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് വരിക. അതിൽ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഈ അനുതാപം എന്ന് പറയണത് അവബോധമാണ്, ബോധ്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ദൈവം എന്തോരമാണ് എന്നെ സ്നേഹിക്കുന്നത്, എത്ര വാഗ്ദാനങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറാനാണ് ഈശോ കുരിശിൽ വരിച്ചത്. ആ വാഗ്ദാനം എനിക്ക് തരാനാണ്, പക്ഷേ ഞാൻ വാതിലടച്ച് വെച്ചിരിക്കുക. അത് നീ അനുദപിച്ച് ഇതുപോലെ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും. ആ സ്പോട്ടിൽ കിട്ടും. ആ സ്പോട്ട്. പ്രൈസ് ദി ലോർഡ്. അത് പ്രവൃത്തി തന്നെ കാണിക്കണം. അത് പ്രവൃത്തി കാണിക്കണം. ദൈവമേ, നിനക്കെതിരെ ഞാൻ പാവം ചെയ്തു പോയി, ചുങ്കക്കാരനെ പോലെ എനിക്ക് ഒരു യോഗ്യതയില്ല. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊരു യോഗ്യതയില്ലാതെ ദൈവം എന്തിനാണ് ഇത്രയും എന്നെ സ്നേഹിക്കുന്നത്? ആ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടിയത്. ആ ഒരു ബോധ്യമാണ്. ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അത് കുരിശ് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്യും? ബൈബിൾ വായിക്കണം. പിന്നെ പ്രവൃത്തി എന്താ? ഏത് പാപത്തിനെക്കുറിച്ചാണ് നീ അനുദപിക്കുന്നോ അതിൽ ആർക്കെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നിരത്തി കൊടുക്കണം. അവർക്ക് ചിലപ്പോൾ അപമാനമായിട്ടുണ്ടാകാം, അവരോട് പോയി ക്ഷമ പറയണം. അവരെക്കുറിച്ച് നീ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, അവരോട് തിരിച്ചു പോയി നീ പറയണം, എനിക്ക് തെറ്റിപ്പോയി. നീ അനുദപിച്ചത് പ്രവൃത്തിയിൽ കാണിക്കണം. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം ഉണ്ടാകും, ഉറപ്പാണ്. എന്താണെന്നാ, ദൈവം അനുദപിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സഹനങ്ങൾ അനുവദിച്ചു തരണം. ദൂതപുത്രന് കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സഹനങ്ങൾ സഹനമായിട്ട് കാണരുത്. ലോകത്തിൻ്റെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് മരണമാണ്, എന്ന് വെച്ചാൽ വേദനയാണ്. നമുക്ക് അത് മാറ്റി ഞാൻ അനുദപിക്കാനുള്ള സമയം ദൈവത്തിൻ്റെ വിളിയാണ് എന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? കുറച്ച് ഈ ചെറിയ ടിപ്സേ ഉള്ളൂ ഇത്. പക്ഷേ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ശ്രമിച്ച് നോക്കിയാൽ മതി. ശ്രമിക്കണം. ശ്രമിച്ച് നോക്കി വരുമ്പോഴത്തേക്കും
തീരും. അപ്പോൾ ദൈവം എപ്പോഴും അതുതന്നെയാണ് ഞാനും ജോസഫ് അച്ഛനും ഇവിടെ വേളാങ്കണ്ണി പോയപ്പോഴത്തേക്കും അവിടെ പാപവും അച്ഛന് കിട്ടിയത്, അനുഗ്രഹവും കിട്ടിയത്. അപ്പോൾ പാപത്തിന് അനുദപിക്കുമ്പോൾ അനുഗ്രഹം നിനക്കിട്ടും. അതുതന്നെയാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. ആ ഉടമ്പടിക്ക് വന്നിരിക്കുക. അപ്പോൾ അനുതാപം പഠിക്കണം. അത് മനസ്സുകൊണ്ട് അത് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ്? ദൈവസ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്തോരം എന്നെ സ്നേഹിക്കുക, ഏത് അവസ്ഥയിലും ദൈവം അതേപോലെ എന്നെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.